സീറ്റ് വിഭജന തർക്കങ്ങൾ തുടരുന്നതിനിടെ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഇന്ത്യ മുന്നണി. തേജസ്വി യാദവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. മുകേഷ് സാനി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. മഹാസഖ്യത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള നേതാക്കൾ പട്നയിൽ എത്തിയിട്ടുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, സീറ്റ് വിഭജന തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്നതല്ലേ? രോഹിണി, സീറ്റ് വിഭജന ചർച്ച മാത്രമായിരുന്നില്ല, മറിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയും ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയും ഈ ഇന്ത്യ മഹാസഖ്യത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം മുഖ്യമന്ത്രിയെ ആര് എന്നുള്ള കാര്യം പ്രഖ്യാപനത്തിലേക്ക് കടക്കാമെന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. എന്നാൽ RJD ആ നിലപാടിനോട് ഒരു തരത്തിലും അനുകൂലിച്ചില്ല. ഇന്നലെ അശോക് ഗെഹ്ലോട്ടിനാണ് ബീഹാറിൻ്റെ ചുമതലയുള്ളത്. അശോക് ഗെഹ്ലോട്ട് ഇന്നലെ പട്നയിലെത്തി ലല്ലു പ്രസാദ് യാദവും അതേപോലെ തന്നെ തേജസ്വി യാദവുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങളില്ല എന്നുള്ളതായിരുന്നു RJDയുടെ നിലപാട്. അതേസമയം തന്നെ RJDയുടെ ഒരു നിലപാട് കാരണം തന്നെ, അല്ലെങ്കിൽ RJDയുടെ ആ ഒരു കടുംപിടുത്തത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് ഒന്നാകെ മുട്ടുമടക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു അയവ് അത് കൃത്യമായി തന്നെ RJD മുതലെടുത്തു. തുടർന്ന് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയാണ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. മുകേഷ് സാനി, VIP പാർട്ടി നേതാവ് മുകേഷ് സാനിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതേസമയം തന്നെ നേരത്തെ രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ മണ്ഡലങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ തുടരുകയാണ്. ഏതാണ്ട് 15ഓളം മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കുവാൻ വേണ്ടി ഈ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തന്നെ തീരുമാനിച്ചിരുന്നു. അതിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന ചർച്ചയുടെ ഒരു അടിസ്ഥാനത്തിൽ അല്പം മഞ്ഞുരുകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും RJD സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം തന്നെ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇന്നിപ്പോൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു ഏകദേശ ചിത്രം വ്യക്തമാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഈ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്നത് എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ചിത്രം വ്യക്തമാകും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിന് ആദ്യഘട്ടത്തിൽ രാഹുലും പ്രിയങ്കയും എത്തില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുലും പ്രിയങ്കയും ബീഹാറിലെത്തി പ്രചരണം നടത്തുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ ഇന്ത്യ സഖ്യത്തിൽ മറ്റ് വിഷയങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സീറ്റ് വിഭജന ചർച്ചകൾ മാത്രമല്ല, ഈ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് പല മണ്ഡലങ്ങളിലും RJDയും കോൺഗ്രസും വാളോങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അത് പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രാദേശിക നേതാക്കൾ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു തരത്തിലും നേതാക്കൾ ഇടപെട്ടിട്ടും അശോക് ഗെഹ്ലോട്ടും ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും നടത്തിയ ചർച്ചയിൽ പോലും അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു ഏകദേശ ചിത്രം വ്യക്തമാകും. അതായത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഈ നേതാക്കൾ, അല്ലെങ്കിൽ ഈ RJDയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നത് എന്നുള്ളത്. നേരത്തെ JMM, ജാർഖണ്ഡ് മുക്തി മോർച്ച മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു JMM പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഒടുവിൽ സമ്മർദ്ദത്തിൻ്റെ ഫലമായി JMM അതിൽ നിന്നും പിന്മാറി. അതേസമയം ഈ RJD കോൺഗ്രസ് തർക്കം അത് പരസ്യമായി ഇത്തരത്തിൽ പരിഹരിച്ചെങ്കിലും രഹസ്യമായ ആ തർക്കം തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രോഹിണി, ശരി. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.